ജബൽ അക്തർ ഫെസ്റ്റിവൽ ജൂലൈ 15 മുതൽ 45 ദിവസത്തെ ആഘോഷങ്ങൾക്ക് ഒരുങ്ങി ഒമാൻ. സാഹസിക ടൂറിസം കൂടുതൽ സുരക്ഷിതമാക്കാൻ പുതിയ സഹകരണ പദ്ധതി. കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് കരുത്താക്കുന്ന ബജറ്റ് എന്ന് MA യൂസുഫ് അലി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ പ്രശസ്തമായ വേനൽക്കാല വിനോദസഞ്ചാര കേന്ദ്രമായ ജബൽ അക്തറിൽ ഈ വർഷത്തെ ടൂറിസം ഫെസ്റ്റിവൽ ജൂലൈ 15 മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 29 വരെ നീളുന്ന 45 ദിവസത്തെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. മേളയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ സർക്കാർ സ്വകാര്യ തന്ത്രപ്രധാന പങ്കാളികളുടെ സാന്നിധ്യത്തിൽ പ്രാരംഭയോഗം ചേർന്നു. വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള കരാറുകളും ഒപ്പുവെച്ചു. ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് അൽ ജബൽ അൽ അക്തർ പാർക്ക് ഉൾപ്പെടെ പുതിയ വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാവുന്ന വിനോദ സാംസ്കാരിക പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കായി പ്രത്യേക മേഖലകൾ, യുവാക്കൾക്കായി വെർച്വൽ റിയാലിറ്റി ഗെയിമുകൾ, ഡിജിറ്റൽ ചലഞ്ചുകൾ, നിയോൺ ഒയാസിസ്, 3D ഹോളോഗ്രാഫിക് പ്രദർശനങ്ങൾ എന്നിവ ആദ്യമായി അവതരിപ്പിക്കും. 45 ദിവസവും നീണ്ടു നിൽക്കുന്ന നാടകങ്ങൾ, കാർണിവലുകൾ, മാന്ത്രിക പ്രകടനങ്ങൾ, കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഷോകൾ എന്നിവ അരങ്ങേറും. കൂടാതെ മൗണ്ട് ബസാറും ടേസ്റ്റ് പാഷൻ സോണും ഉൾപ്പെടെ 85-ലധികം സ്റ്റോളുകളും ചെറുകിട സംരംഭങ്ങളും കുടുംബ സംരംഭകർക്കും പ്രാദേശിക കർഷകർക്കും റെസ്റ്റോറന്റുകൾക്കും അവസരമൊരുക്കും. ഇത് ഒമാനി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കും. ടൂറിസത്തിനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ ഉണർവാകുന്നതാണ് ജബൽ അക്തർ ഫെസ്റ്റിവൽ എന്ന് ദാഖിലിയ ഗവർണറേറ്റ് അധികൃതർ അറിയിച്ചു. ഒമാനിലെ സാഹസിക ടൂറിസം മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്താൻ പൈതൃക ടൂറിസം മന്ത്രാലയവും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും സഹകരണ പദ്ധതിയിൽ ഒപ്പുവെച്ചു. പ്രത്യേക രക്ഷാപ്രവർത്തന സംവിധാനങ്ങളും ആംബുലൻസ് സ്റ്റേഷനും വികസിപ്പിക്കുന്നതോടൊപ്പം റിസ്ക് മാനേജ്മെന്റ് സംവിധാനങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കും. പർവ്വത പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക പരിശീലനവും നൽകും. പ്രഥമ ശുശ്രൂഷ, പർവ്വത രക്ഷാപ്രവർത്തനം, അടിയന്തര പ്രതികരണം, സുരക്ഷാ നടപടിക്രമങ്ങൾ എന്നിവയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനം ദേശീയ മാനവ വിഭവശേഷിക്ക് നൽകാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വളർന്നുവരുന്ന സാഹസിക ടൂറിസം മേഖലയെ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഈ സഹകരണം സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിന് വേഗം പകരുന്നതാണ് സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനങ്ങളെന്ന് നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസുഫ് അലി. യുവ സംരംഭകർക്ക് പ്രതീക്ഷ നൽകുന്ന നിരവധി പദ്ധതികളാണ് ബജറ്റിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻവെസ്റ്റ് കേരള സെൽ, നിക്ഷേപാനന്തര പിന്തുണ നൽകുന്ന ഏകജാലക സംവിധാനം, സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺ തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ കേരളത്തെ കൂടുതൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ സഹായിക്കുമെന്ന് അദ്ദേഹം വിലയിരുത്തി. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട്, കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാനുള്ള പദ്ധതി, ചെറുകിട സംരംഭകർക്കും കാർഷിക മേഖലക്കുമുള്ള പിന്തുണ എന്നിവയും ബജറ്റിന്റെ പ്രധാന പ്രത്യേകതകളാണെന്ന് MA യൂസുഫ് അലി പറഞ്ഞു. ജനക്ഷേമ പദ്ധതികളിലൂടെ ജനങ്ങളെ ചേർത്തു പിടിക്കുന്ന ദീർഘവീക്ഷണമുള്ള ബജറ്റാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.